പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം 25 ദിനങ്ങൾ മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകാം. വ്യാഴം വർഷത്തിലൊരിക്കൽ മാറുന്നു. എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം. ശനി 2.5 വർഷം നിൽക്കുന്നു. അതിനിടയിൽ പലപ്പോഴും വക്രിയായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട്. രാഹുകേതുക്കൾ 1.5 വർഷം മാറുന്നു. ആദിത്യൻ മാസത്തിൽ മാറുന്നു. ചന്ദ്രൻ 2.25 ദിനത്തിൽ മാറുന്നു. പലപ്പോഴും ബുധനും ശുക്രനും 30 മുതൽ 45 ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം. ചൊവ്വയും അപ്രകാരമാണ്. ഉദാഹരണമായി ബുധൻ 65 ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. അപ്രകാരം ചൊവ്വ 4 മാസം 120 ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട്. ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഇതായത് ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെയൊരു ചിന്ത നടത്തുന്നത്. ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത. 1201 മകരമാസം 23-ാം തീയതി മുതൽ കുംഭമാസം 17-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി 6 മുതൽ മാർച്ച് 1 വരെയുള്ള 25 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക. വീനസ് ഈസ് ദ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. വ്യാഴമാണെങ്കിൽ ഇസ് എ സ്പിരിച്വൽ പ്ലാനറ്റ്. മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ. വിവാഹം, ആഡംബരം, വാഹനം വാങ്ങുക, ധൂർത്തടിക്കുക, കാശ്, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. സ്ത്രീകൾ, സുഹൃത്തുക്കൾ, പബ്ബിൽ പോവുക, അടിച്ച് പൊളിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ചാരവശാൽ ശുക്രൻ 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 6-ാം ഭാവം ശത്രുസ്ഥാനമാണ്. തസ്കര അരാതി വിഘ്നാതിർ വ്യാധയച്ച തനുക്ഷതി ശരീരത്തിന് മുറിവുകൾ, തസ്കരന്മാർ, ശത്രു, വ്യാധികൾ. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 2 ഭാവത്തിൻ്റെ അധിപനാണ് കന്നിരാശിക്കാർക്ക്. ഒന്ന് ഭാഗ്യാധിപനാണ് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്. പിതാവ് ശത്രുവാകും, ഗുരു ശത്രുവാകും. ഗുരുക്കന്മാരെ അനാവശ്യമായി സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിച്ചാൽ അവർ വയലൻ്റ് ആകും. അവരുടെ അനുഗ്രഹം കുറയും, പിതാവിൻ്റെ അനുഗ്രഹം കുറയും, ധർമ്മദൈവ പ്രീതി നഷ്ടപ്പെട്ടു പോകും. ഇവിടെ നിർബന്ധമായും ധർമ്മദൈവങ്ങളെ നല്ലോണം സന്തോഷിപ്പിക്കണം. അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാവും തനിക്ക്. അശത്രുഹ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. നാസ്തി ശത്രുഹ യസ്യ സഹ അശത്രുഹ. ശത്രു ഇല്ലാത്ത ആൾ. പക്ഷെ അത് നേരെ വിപരീത ഫലം ഇവിടെ ഉണ്ടാക്കുക. 6-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ അവിടെ ശുക്രൻ ധനാധിപനാണ്. അനാവശ്യമായി കൊടുത്ത കാശ് നഷ്ടപ്പെടുക, പലിശക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശ് കിട്ടാതെയാവുക, ധനത്തിൻ്റെ പേരിൽ ശത്രുത വരിക. പരഹസ്തഗതം ധനം എന്നാണ്. അന്യൻ്റെ കൈവശം തൻ്റെ മുതൽ എത്തിപ്പെട്ടാൽ പിന്നെ അവൻ ശത്രുവാകും. വളരെ ശ്രദ്ധിക്കണം. സദാ ദാനവൈദ്യ സുധാസിക്ത ശത്രു. അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് 6-ൽ ശുക്രൻ വരുന്നത്. വ്യയ ശത്രുകോച്ച ഉത്തമോത്തവും ഭവേദ. ശത്രുക്കളും ചെലവും ഉത്തമത്തിൽ വരും. വിപദ്ധ്യേത സമ്പാദിതം ചാപി കൃത്യം. താൻ ഏർപ്പെടുത്ത പല കൃത്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരും. തപയൻ മന്ത്രത പൂജ്യസൗഖ്യം നദത്തെ. വിശേഷിച്ച് പൂജനീയരായ ആളുകളുടെ അസംതൃപ്തി വരും. അവർ ഹാപ്പിയാകില്ല. അത് വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളൊക്കെ തന്നെ. ഇവിടെ ശത്രുദോഷം നിർബന്ധമാണ്. 3 വെള്ളിയാഴ്ചകളിൽ ശത്രുമുട്ടി ചെയ്യണം. ഷുഗർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ട്. കിഡ്നി പേഷ്യൻസ് വളരെ ശ്രദ്ധിക്കണം. ഡയാലിസിസ് മറ്റൊരു ഘട്ടത്തിലൊക്കെ പോകും. കേവലം മാർച്ച് 1 വരെ ശ്രദ്ധിക്കും. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട്, ശത്രുമുട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. ശത്രു സംഹാര കുരുതി ചെയ്യുക. അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 25 ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.